ഇന്ന് രാവിലെ വർക്കൗട്ടിൻ്റെ കാര്യം നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് തുടങ്ങിയ വെറൈറ്റി ആയിട്ടൊന്ന് ചെയ്തൊക്കെ വിചാരിച്ചു. രാവിലെ നമ്മൾ റൂമിന് പകരം പുറത്ത് പോയി മെഡിറ്റേറ്റ് ചെയ്യുന്നത് വെച്ചു. സത്യം പറഞ്ഞെങ്കിൽ ഇഷ്ടമായിട്ടോ പുറത്ത് മെഡിറ്റേറ്റ് ചെയ്യുന്നത്. അത്യാവശ്യം കുറച്ചുകൂടെ കിളികളുടെയും സൗണ്ടൊക്കെ നന്നായി കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ തണുത്ത കാറ്റൊക്കെ ഇടയ്ക്ക് അടിക്കുമ്പോൾ നല്ല രസമായിരുന്നു. എനിക്കിഷ്ടമായി പുറത്ത് വെച്ച് മെഡിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും പുറത്ത് വെച്ച് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന നോക്കട്ടെ. രാവിലെ ചെയ്യുകയാണെങ്കിൽ ഇഷ്യൂ ഇല്ല, സ്മൂത്തായിട്ട് പോകും മെഡിറ്റേഷൻ പോകുന്നുണ്ട്. മൈൻഡ് പതുക്കെ പതുക്കെ ബെറ്ററായി വരുന്നുണ്ട്. വലിയ ഡ്രാസ്റ്റിക് ആയിട്ട് ചേഞ്ചസ് ഇതുവരെ കണ്ടുതുടങ്ങിയിട്ടില്ല മൈൻഡ് കാമാവണത്. എന്നാലും പതുക്കെ പതുക്കെ കാമായി വരുന്നുണ്ട് മൈൻഡ്. എനിക്ക് ഇഷ്ടമുണ്ട് അങ്ങനെ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ മെഡിറ്റേറ്റ് ചെയ്തു, അതിന് ശേഷം വർക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ അതിന് ശേഷം ഇന്ന് വർക്കൗട്ട് ചെയ്തപ്പോൾ നമ്മൾ വീണ്ടും സ്ട്രെച്ചിങ് വെച്ച് തന്നെ തുടങ്ങി. എൻ്റെ അടുത്ത് കുറച്ചൊരു പറഞ്ഞു വർക്കൗട്ട് തന്നെ എളുപ്പം കാണിക്കാൻ സ്ട്രെച്ചിങ്ങിനെക്കാളും പകരം. ഞാൻ അതിനെ പറ്റി നോക്കട്ടെ. ഇതിപ്പോൾ സ്ട്രെച്ചിങ് കാണിക്കുന്നത് കുറച്ച് സൗകര്യം. വർക്കൗട്ട് ഇവിടെ അധികം ചെയ്യാൻ പറ്റില്ല എനിക്ക്. ഇന്ന് ഫുൾ ഡേ ആയിരുന്നു, പുള്ളപ്പും പരിപാടിയൊക്കെ ആയിരുന്നു. അതൊന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല. നോക്കട്ടെ, ഞാൻ പതുക്കെ വർക്കൗട്ടിൻ്റെ ബാക്കി ക്ലിപ്സും അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. നമ്മൾ സ്ട്രെച്ചിങ് ചെയ്തു, സ്ട്രെച്ചിങ് ചെയ്തിട്ട് ബാക്കി പരിപാടി ചെയ്യാനായിട്ട് ഇങ്ങനെ പോയി. നിങ്ങളിപ്പോൾ ആലോചിക്കണ്ടോ പതിവിലാണെന്നാണോ കാറിൽ? വേറെ ഒന്നല്ല, പുറത്തു വരേണ്ട ആവശ്യമുണ്ടായി. അപ്പോൾ പെട്ടാണ് ഇവിടെ കുറച്ച് നേരം പോസ്റ്റും കിട്ടി. പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ ഇരുന്ന് നമുക്ക് ബാക്കി എഡിറ്റിംഗ് അല്ല, ബുക്ക് വായനയും ജേണലിങ് ഇവിടെ തന്നെ തീർക്കാമെന്ന് വെച്ചു. കുറച്ച് നേരം പോസ്റ്റ് ഉണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ തന്നെ കാര്യങ്ങൾ തീർത്താൽ നമ്മുടെ പരിപാടി കഴിഞ്ഞല്ലോ. ഇവിടെ തന്നെ തീർത്തില്ലെങ്കിൽ പിന്നെ രാത്രിയിലേക്ക് പണിയും എഡിറ്റിംഗ് ഒക്കെ ആകെ ചടങ്ങും. ഇപ്പം തന്നെ തീർക്കാമെന്ന് ചോദിച്ചു. നോക്കട്ടെ, എന്താവും അറിയില്ല എനിക്ക്. എത്ര നേരം ബുക്ക് വായിക്കാൻ പറ്റുന്നോ, എത്ര നേരം ജേണൽ ചെയ്യാൻ പറ്റുന്നോ എനിക്ക് അറിയില്ല ഇതുവരെ. എന്തായാലും കുറച്ച് ടൈം കൂടെ പിടിക്കും. അപ്പോൾ ആ ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ള പ്ലാനിലാണ്. നോക്കട്ടെ, അപ്പോൾ കാണാം. നമ്മളങ്ങനെ ബുക്ക് വായിക്കാൻ തുടങ്ങി. ഖലീൽ ജിബ്രാൻ്റെ പ്രോഫറ്റ് തന്നെ വായിക്കുകയാണ്. കാറിൽ നിന്ന് വായിക്കണതിൻ്റെ ഒരു ചൂടും ഇതൊക്കെ ഒഴിച്ച് നോക്കുകയാണെങ്കിൽ വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ പാസ് ചെയ്യുമ്പോൾ ഇങ്ങനെ നോക്കണ്ടായിരുന്നു. അപ്പം ചെറുതായിരുന്നു മൈൻഡ് ഇത് മാറുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, വായിക്കാൻ പറ്റി നമുക്ക്. അത്യാവശ്യം ചൂടൊക്കെ ഒഴിച്ച് നോക്കുകയാണെങ്കിൽ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലാണ്ട് സ്മൂത്ത് വായിക്കാൻ പറ്റി. 30 മിനിറ്റ് വായിച്ചു. അങ്ങനെ കഴിയാറായി. ബുക്കിംഗ് കുറച്ചും കൂടെ ഉള്ളൂ. എനിക്ക് തോന്നുന്നു 2 ദിവസത്തിനകം മിക്കവാറും ബുക്ക് കഴിയായിരിക്കും. ഞാൻ വിചാരിച്ചിരുന്നു ചിലപ്പോൾ വീട്ടിലൊക്കെ തന്നെ ലേറ്റ് ആവും. അപ്പോൾ എവിടെ നിന്നെങ്കിലൊക്കെ ഇരുന്ന് റീഡിങ്ങും ജേണലിങ്ങും തീർക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബുക്കും ജേണലും ഒക്കെ ബാഗിൽ വെച്ചിട്ടാണ് ഇറങ്ങിയത്. എന്തായാലും ഭാഗ്യം. അപ്പോൾ ഞാൻ കാറിൽ നിന്ന് എഴുതാൻ തുടങ്ങി. എനിക്ക് ഈ ഒരു ആംഗിൾ എടുക്കാൻ പറ്റുന്നുള്ളൂ, വേറൊരു ആംഗിളിൽ നിന്ന് ഷോട്ട് സെറ്റ് ആവുള്ള. അതുകൊണ്ടാണ് ഈ ആംഗിൾ എടുത്തത്. അധികം ജേണൽ ചെയ്യാൻ പറ്റിയില്ല, എന്നാലും അത്യാവശ്യം എഴുതി. ഇന്ന് അത്യാവശ്യം തോട്ട്സ് അത്രയ്ക്ക് ഒരു ബ്ലേഡ് വരുന്നില്ല. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റി, വലിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ജേണലിൽ ഏകദേശം നമ്മൾ തീർത്തു. ഞാനേ വേറെ ആംഗിളിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ നോക്കി, പക്ഷെ നടന്നില്ല. ഈ ഒരു ആംഗിൾ തന്നെ പറ്റും തോന്നുള്ളൂ എനിക്ക്. പിന്നെ പറഞ്ഞ പോലെ ഞാൻ ബുക്ക് വായന നിർത്തിയിട്ടുണ്ട്, ജേണലിൽ നിർത്തിയിട്ടുണ്ട്. കാറിൽ ഞാൻ ചെയ്തു. ഏകദേശം 30 മിനിറ്റ് എടുത്ത് ബുക്ക് വായിക്കാനും പറ്റി, ജേണലിങ് ചെയ്യാനും പറ്റി. ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ല ജേണലും ഇത് രണ്ടും കാറിലാണ് തീരുന്നത് വെച്ചിട്ടുണ്ടായില്ല. പക്ഷെ തീർന്നു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. നല്ല ചൂടെടുത്തിട്ടുണ്ട്, നല്ല ചൂടുണ്ട് കാറിൻ്റെ അകത്തും ചെയ്യണമുണ്ട്. പിന്നെ ടൈമിൽ ചൂട് അറിയാല. ആ ഒരു ഇഷ്യൂ മാത്രമേ ഉണ്ടായുള്ളൂ, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പറഞ്ഞ പോലെ കാര്യങ്ങൾ നിർത്തുന്നുണ്ട്. ഓക്കെ. ഹലോ. ഇന്ന് ഭയങ്കര ഹെക്റ്റിക്. ഞാൻ പറഞ്ഞു നേരത്തെ, വിചാരിച്ചില്ല ഓരോ പരിപാടിയൊക്കെ കയറിയൊന്നും. കണ്ണ് നോക്കണം കേട്ടോ, കണ്ണ് എന്തോ പറ്റിയതാ, പൊടി എന്തോ പോളൻ എന്തോ പോയിട്ട് അലർജി ചെയ്താ. ഞാൻ ചംഫ് കുറേ നേരം കാത്തിരുന്നത്, പക്ഷേ റെഡി ആവണല്ലോ. ഇനിയിപ്പോൾ കാത്തിരുന്നതിനാ ഇനിയിപ്പോൾ ഷൂട്ടിങ് വേറെ നടക്കില്ല. അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം ഇതായിരുന്നു. അതായത് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാനൊരു പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ റെക്കോർഡ് ചെയ്ത് ബാക്കി ഷൂട്ട് ചെയ്ത് പരിപാടിയൊക്കെ കഴിയുമ്പോൾ
ടൈം തീർന്നു പോകും. ആ ടൈമിങ് മാനേജ് ചെയ്യാൻ പറ്റണില്ല. ബാക്കിയൊന്നും ചെയ്യാനായിട്ട് ടൈം കിട്ടണില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓൾറെഡി കോമ്പറ്റേറ്റീവ് എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പഠിക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടണില്ല. ഞാൻ പിന്നെ നാട്ടിലാണ്. ഞാൻ ഈ യൂട്യൂബ് പരിപാടിയൊക്കെ തുടങ്ങിയത് നാട്ടിൽ വന്നപ്പോഴാണ്. നാട്ടിൽ പൊതുവെ ഞാൻ വരുമ്പോൾ അത്യാവശ്യം ഒരു എന്താ പറയുക, ഒരു ഹോളിഡേ വൈബാണ്. ആ സ്ട്രെസ് നിന്നൊക്കെ ഒന്ന് റിലീഫ് ആവാനായിട്ട്. നാട്ടിൽ വരുമ്പോൾ പൊതുവെ ഞാൻ അത്ര പ്രൊഡക്റ്റീവ് അല്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ടൈം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ തന്നെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് നാളിന് മുന്നോട്ട് പോകുമ്പോൾ ബെറ്റർ ആവുന്നുള്ള രീതിയിൽ. അപ്പോൾ അവിടെ പോയി ട്രിവാൻഡ്രം പോലെ കണ്ടിന്യൂ ചെയ്യാന്നുള്ള പ്ലാനായിരുന്നു. ടൈം ഞാൻ വിചാരിച്ചേക്കണം കൂടുതൽ എടുക്കുന്നുണ്ട്, റെക്കോർഡിങ് ഷൂട്ടിങ്ങും പ്ലാനിങ്ങും അങ്ങനെയൊക്കെ ആയിട്ട് മൊത്തത്തിൽ. അപ്പോൾ അതിനിപ്പോൾ എന്തെങ്കിലും ചെയ്യണം. ഞാൻ അതിനെപ്പറ്റി ആലോചിക്കണം. അപ്പോൾ ഞാനൊരു പ്രശ്നം ഫേസ് ചെയ്ത് പറഞ്ഞതാണ്. ഇപ്പം ഞാൻ കുറച്ചും കൂടെ എഡിറ്റിംഗ് ഒക്കെയാണ് കൂടുതൽ ടൈം എടുക്കുന്നത്. റെക്കോർഡിങ്ങും എനിക്ക് തോന്നുന്നു ഉണ്ട്, ടൈം ഉണ്ട്. എഡിറ്റിംഗ് കുറച്ചുകൂടെ കൂടുതൽ ടൈം എടുക്കുന്നുണ്ട് റെക്കോർഡിങ്ങിനേക്കാളും ബാക്കി പരിപാടിനേക്കാളൊക്കെ. അപ്പോൾ അതിലെന്തെങ്കിലും വർക്ക് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. ഓക്കെ.